തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാ ഒരു കാര്യം, ഈ സ്റ്റേജില് മനുഷ്യന്മാരെ ഫോട്ടോ വെക്കുന്ന രീതി അത് ശരിയല്ല. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂലാണ് ഫോട്ടോ തൂക്കിയിട്ട സ്ഥലത്ത്. നായെ പോറ്റുന്ന സ്ഥലത്തും ഫോട്ടോ തൂക്കിയിട്ട സ്ഥലത്തും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂലാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് മുൻകറാത്തുകൾ നിറഞ്ഞ സ്ഥലമാണ്. അപ്പൊ കുറച്ചൊക്കെ ഒരു ഒഴിവുണ്ടാകുന്ന സ്ഥലം, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലം, ഇൽമിന്റെ മജ്ലിസുകളും ഉലമാവും സാദാത്തും വയസ്സന്മാരും കുട്ടികളും സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ സ്ഥലത്തും ദുആക്ക് ഉത്തരം കിട്ടാതായി പോകും. ഞാനിപ്പോ പറഞ്ഞത് വരും നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ആരും പറയാതിരുന്നാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അറിയാതെ മെല്ലെ മെല്ലെ നമ്മൾ ഓരോ മുൻകറാത്തിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ആ തെറ്റുകളെ തെറ്റായി കാണൂല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു മസ്ജിദ് ഒരു നാട്ടിൽ ഉണ്ടായിത്തീരുമ്പോ മുഅ്മിനീങ്ങളായ ആളുകൾക്കെല്ലാം അതിൽ വളരെയേറെ സന്തോഷമുണ്ടാകും. ആ ഒരു സന്തോഷത്തിന്റെ ഒരവസരമാണ് ഇവിടെ നാട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിളക്ക് കത്തിച്ചിട്ടുള്ളത്. മസ്ജിദിന് വിളക്കിന്റെ മാലകൾ തൂക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് പന്തൽ കെട്ടിയതും അലങ്കരിച്ചിട്ടുള്ളതും എല്ലാം. സന്തോഷത്തിന്റെ സമയത്ത് അത്തരം കാര്യങ്ങളെല്ലാം ആവാം. ദഫ് മുട്ടുക, നല്ല മൗലിദിന്റെയും മദ്ഹിന്റെയും ഗീതങ്ങൾ ആലപിക്കുക, ഇതെല്ലാം സന്തോഷ സമയത്ത് സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. പഴയകാലത്ത് സ്റ്റേജിലേക്ക് വരുമ്പോ ദഫ് മുട്ടിയിട്ട് അങ്ങനെ വരും. വളവട്ടണത്തൊക്കെ അങ്ങനെ 1 കിലോമീറ്റർ നടക്കണം മക്കാമിൽ സിയാറത്ത് ചെയ്തിട്ട്. അതുപോലെ വിവാഹത്തിന്റെ സമയങ്ങളിൽ, വീടുദ്ഘാടനത്തിന്റെ സമയത്ത് മിതമായ രീതിയിലുള്ള അലങ്കാരങ്ങൾ, അതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. പരിപാടികളുള്ള ദിവസം അല്ലാത്ത സമയത്തൊക്കെ രാത്രി 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കണം. കാരണം ഈ വൈദ്യുത ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെളിച്ച മാലിന്യം, അത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മാലിന്യങ്ങളുടെ കൂട്ടത്തിലൊന്നാണ്. അമിതമായ ലൈറ്റ് നമ്മുടെ ആരോഗ്യത്തെ കുറക്കും, കണ്ണ് കേടുവരുത്തും. കണ്ണിലൂടെ ശരീരത്തിൽ കയറി ചെന്നിട്ട് പലതരം രോഗങ്ങൾ ഉണ്ടാക്കും. അമിതമായ ലൈറ്റിന്റെ പ്രയോഗം, ലൈറ്റിലേക്ക് അങ്ങനെ കൂടുതലായി നോക്കാൻ പാടില്ല. അമിതമായ ലൈറ്റിലേക്ക് وكان صلى الله عليه وسلم يعجبه النظر الى الخضراء. പച്ചിലകളിലേക്ക്, പച്ചപ്പുകളിലേക്ക് നോക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ വന്നദറ ഇലൽ മാഇൽ ജാരി, ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അത് രണ്ടും കണ്ണിന് കുളിർമയും മനസ്സിന് സമാധാനവും നൽകും. അപ്പൊ വല്ലാതെ ടെൻഷൻ ഉണ്ടാകുമ്പോ, ബിസിനസ് ഒക്കെ ചെയ്ത് തല ചൂടായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മസ്ജിദ് ഉണ്ടാക്കി പ്രസിഡന്റും സെക്രട്ടറിക്ക് ഒരുപാട് കാലം രാവും പകലും അതിനു വേണ്ടി തന്നെ അധ്വാനിച്ച് അതിന്റെ പ്ലാനും കണക്ഷനും നമ്പറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ, അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു മനസ്സമാധാനം കിട്ടാൻ പുഴന്റെ വക്കത്ത് പോയിട്ടിരുക, ദിക്റ് ചൊല്ല, സ്വലാത്ത് ചൊല്ല. അരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കല് സമൂഹത്തിൽ നിന്ന് കാണാതായി. എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും ഇങ്ങനെ പരതി എല്ലാ സ്ഥലത്തും. എവിടെ പോയി? തങ്ങളെ കാണാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. പലരും പല സ്ഥലത്തും പോയി തെരഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ, പണ്ടൊക്കെ കാസർകോട്ടുകാർ നല്ല സ്വലാത്തില്ലായിരുന്നല്ലോ,
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർകൾ ഒരു മതിലിന്റെ വെള്ളമൊഴുകാൻ വേണ്ടിയുള്ള ഒരു ചാനലിന്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കയറിയിട്ട് ആ തോട്ടത്തിനുള്ളിൽ പോയി നോക്കി. അവിടെ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കിണറിന്റെ വക്കത്ത് കാലും താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. റിലാക്സേഷനാണ്. ജനങ്ങളിൽ നിന്നൊക്കെ മാറി, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി കുറഞ്ഞൊരു സമയം നല്ലൊരു റിലാക്സേഷൻ. വെള്ളത്തിന്റെ സമീപത്ത് കാലും തൂക്കിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് നന്നാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നന്നാക്കാൻ സാധിക്കുക. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ള ഈ ആയത്ത് എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കാം. മസ്ജിദ് പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള ആയത്താണ്. അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. മസ്ജിദ് പരിപാലനം പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഈ നാട്ടിലെ മുഴുവൻ അംഗങ്ങളും ഇതെല്ലാം ഇതിന്റെ ജനറൽ ബോഡി അംഗങ്ങളാണ്. 300 വീടുകൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഈ മസ്ജിദ് പരിപാലനത്തിൽപ്പെട്ടവർ തന്നെയാണ്. എന്താണ് മസ്ജിദ് പരിപാലനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം? എങ്ങനെയാണ് മസ്ജിദ് പരിപാലിക്കേണ്ടത്? രണ്ടും അല്ലാഹു തആല നമ്മെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, പള്ളി കമ്മിറ്റിക്കാർ ആരായിരിക്കണം? മൻ ആമന ബില്ലാഹി, ഈമാനുള്ളവർ ആയിരിക്കണം. ഈമാനുള്ളവരായിരിക്കണം എന്നാണ്. മറ്റൊന്ന്, മസ്ജിദിനെ പരിപാലനം കൃത്യമായി നടത്തുന്നവരാണെങ്കിൽ അവർക്ക് അത് കാരണമായി ഈമാൻ ഉണ്ടാകും. കൊല്ലം ജില്ലയിലെ കിഴക്കു ഭാഗത്തൊരു സ്ഥലത്തൊരു മസ്ജിദ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ കാണാൻ പോയപ്പോ അവിടുത്തെ പള്ളിന്റെ സെക്രട്ടറി കുറെ സമയം ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരുന്ന് ളുഹറായപ്പോ ഞാൻ പറഞ്ഞു നിസ്കരിക്കണം, മസ്ജിദ് പണി നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ മദ്രസയിൽ സൗകര്യമൊക്കെ ചെയ്തു തന്ന് പിന്നെ മൂപ്പരെ കാണുന്നില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഇല്ല, ആ പണി ഞാൻ ചെയ്യാറില്ല, നിസ്കരിക്കാറില്ല. അപ്പൊ പിന്നെ എന്തിനാ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയത്? 5 പൈസ വ്യത്യാസം വരുത്തൂല, കണക്കിൽ വളരെ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ നാട്ടുകാര്. കണക്കിൽ ക്ലിയർ ആയാൽ മാത്രം പോരാ, ഈമാൻ ഉണ്ടാകണം. ഒന്നാമതായി ഈമാൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ വിശാലമായ അർത്ഥമുണ്ട്. അതിവിടെ പറയാൻ സമയമില്ല. അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസമുണ്ടാകണം. മറ്റ് അംബിയാ മുർസലിങ്ങളിൽ വിശ്വാസമുണ്ടാകണം. മലക്കുകളിൽ വിശ്വാസമുണ്ടാകണം. ഖിയാമത്ത് നാളിൽ വിശ്വാസമുണ്ടാകണം. കിതാബുകളിൽ വിശ്വാസമുണ്ടാകണം. ഖൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഖദറിൽ വിശ്വാസമുണ്ടാകണം. ഖിയാമത്ത് നാളിൽ വിശ്വാസമുണ്ടാകണം. ലോകം അവസാനിക്കും, അതിനുശേഷം ലോകം വരാനുണ്ട് എന്നുള്ള വിശ്വാസങ്ങളെല്ലാം ഉണ്ടാകണം. അപ്പൊ ഖദറിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവര് മസ്ജിദിന്റെ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ ഒരു വിശ്വാസവും, ഏതെങ്കിലും ഒരു വിശ്വാസം ഇല്ലാത്ത ആളുണ്ടെങ്കിൽ അവർ മസ്ജിദിന്റെ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. ഈമാൻ ഉണ്ടാകണം ഒന്നാമതായി. രണ്ടാമത്തേത് വൽ യൗമിൽ ആഖിർ എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അല്ലാഹുവിൽ വിശ്വാസമുണ്ടാകണം, യൗമുൽ ആഖിറത്തിൽ വിശ്വാസമുണ്ടാകണം എന്ന് പറഞ്ഞ ഈമാന്റെ എല്ലാ കാര്യത്തിലും വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടായിട്ടേ വേറെന്ത് പ്രവർത്തനം ചെയ്തിട്ടും കാര്യമുള്ളൂ. രണ്ടാമത്
നിസ്കരിക്കുന്നവരായിരിക്കുകയും വേണം. മസ്ജിദ് പരിപാലിക്കുന്നവർ എന്തിനാണ് നിസ്കരിക്കുന്നവരാകുന്നത്? മറ്റുള്ളവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ പോരെ? അതുപോലെ ഈ മസ്ജിദിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് കത്തിക്കുക, വെള്ളം നിറക്കുക, അടിച്ചുവാരുക, ക്ലീനാക്കുക, സമയമാകുമ്പോൾ ഡോറടക്കുക, ഫർള് ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഓഫ് ആക്കുക, പിന്നെ വരുന്ന നിസ്കരിക്കുന്നവന് ഫാൻ ഇടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. മസ്ജിദിന്റെ ഫാൻ എല്ലാം നിസ്കരിക്കുന്നവർക്കുള്ള, സുന്നത്ത് നിസ്കരിക്കുന്നവനാണെങ്കിലൂടെ ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ചെലവുകൾ ചുരുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ഇതല്ല മസ്ജിദിന്റെ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നിസ്കാരം നടത്തുക, മസ്ജിദിൽ നിസ്കാരം നടക്കുക. അതാണ് മസ്ജിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാലനം. അപ്പൊ ധാരാളമായി നിസ്കാരം നടക്കണം. ഈ പായസം കൊടുത്ത ആളുകള് ഒരു കൊട്ടയുമായിട്ട് ഉടനെ പോണം, ഗ്ലാസ് തിരിച്ചു വാങ്ങണം. ആരും നിലത്തിടാൻ പാടില്ല. ഒറ്റ കുട്ടിയും പായസം കുടിച്ച പാത്രം നിലത്തിടരുത്. കൊട്ട വരുന്നത് വരെ അവിടെ തന്നെ കയ്യിൽ പിടിച്ചിരിക്കണം. അതൊക്കെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാ, ജനങ്ങളെ ഈ അദബ് പഠിപ്പിക്കുക എന്നുള്ളത്. ക്ലീൻ. നാട്ടിൽ പറമ്പിലൊന്നും വലിച്ചെറിയാൻ പാടില്ല. അവിടെയൊക്കെ മിഠായിന്റെ തോടും പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നാട് നശിപ്പിക്കും. അപ്പൊ അഖാമസ്സലാത്ത, നിസ്കാരം നിലനിർത്തണം, നിസ്കരിക്കുന്നവരാകണം മസ്ജിദിന്റെ അഹ്ലുകാർ. അപ്പൊ സുബ്ഹി ജമാഅത്തിന് എല്ലാ കമ്മിറ്റി അംഗങ്ങളും നിർബന്ധമായും വരണം. ബാക്കി എല്ലാവരും വരണം. ളുഹറിനും അസറിനും മഗ്രിബിനും ഇശാഇനും ഒക്കെ വരണം. ജോലി മറ്റാവശ്യങ്ങൾക്കൊക്കെ വേറെ എവിടെങ്കിലും പോകുന്ന ആളുകളാണെങ്കിൽ അവരവിടുത്തെ മസ്ജിദ് നിസ്കരിക്കുക. പക്ഷെ നാട്ടിലെ മസ്ജിദിൽ സുബ്ഹിക്കും മഗ്രിബ് ഇശാഇനും എന്തായാലും കമ്മിറ്റിക്കാരുണ്ടാകണം. അപ്പൊ ഒരാളെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന്റെ ക്വാളിറ്റി, അദ്ദേഹം പണക്കാരനാണോ, രാഷ്ട്രീയക്കാരനാണോ, വിദ്യാഭ്യാസമുള്ളവനാണോ, ഏത് തറവാട്ടുകാരനാണോ എന്നെല്ലാം നോക്കുന്നതിന് അപ്പുറം ഈ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഇതില്ലാത്ത ആളുകൾക്ക് മസ്ജിദ് പരിപാലിക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് എന്തു വേണം? സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. സക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണെങ്കിൽ അത് കൊടുക്കുക എന്ന സ്വഭാവമുള്ളവരായിരിക്കണം കമ്മിറ്റിയിലുള്ളത്. എന്ന് മാത്രമല്ല, സ്വതക്ക ധാരാളമായി ചെയ്യുന്ന, പരമാവധി സ്വതക്ക കൊടുക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ ഈ അങ്ങനത്തെ ആളുകളാകുമ്പോ അവര് മസ്ജിദിലുണ്ടാകും. അപ്പൊ അവരിങ്ങനെ ഇടക്ക് സംഭാവനയും സ്വതക്കയൊക്കെ കൊടുക്കും. അപ്പൊ ഫുഖറാക്കളായ ആളുകളൊക്കെ മസ്ജിദിലേക്ക് വരും. നിസ്കാരത്തിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഇടക്ക് കിട്ടുകയും ചെയ്യല്ലോ. അപ്പൊ മസ്ജിദിൽ ആള് കൂടാൻ കാരണമാകും. അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൻ സക്കാത്ത് കൊടുക്കുന്ന ആളായതുകൊണ്ട് എന്താണ് പള്ളിക്ക് കാര്യം? അപ്പൊ ഒരു മസ്ജിദിന്റെ പരിപാലിക്കുന്ന ആള് സമ്പത്ത് ദാനം ചെയ്യുന്ന ആളാകണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം, ഈ സമ്പത്തിന്റെ ആവശ്യം കൊണ്ട് ഫുഖറാക്കളും മസാക്കീനും ഒക്കെ ആയ ആളുകൾ മസ്ജിദിലേക്ക് വരുമ്പോ മസ്ജിദിൽ കൂടുതലായി നിസ്കരിക്കാൻ ആള് വരും. അതുകൊണ്ട് മസ്ജിദ് എപ്പോഴും മനുഷ്യർക്ക് ഗുണം കിട്ടുന്ന, ഭൗതികമായ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ആകണം എന്നത് നല്ലതാണ്. അതിനാണ് ഇപ്പൊ പായസം വിതരണം ചെയ്തത്. നാളെ തൃശ്ശൂരിൽ പോയപ്പോ അവിടുത്തെ MP പ്രതാപൻ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാനുണ്ടാകുമ്പോ റാബി ഉമ്മ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പെണ്ണിന്റെ അടുത്ത് എന്നെ ചെറുപ്പത്തിലാക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചൂട്ട് കത്തിച്ച് വാഴത്തിന് പോകുമ്പോ ഞാനും പോകാറുണ്ടായിരുന്നു. വാഴത്തിന് പോകുമ്പോ അവിടുന്ന് ചീരിന് കിട്ടും, അതായിരുന്നു എന്റെ താല്പര്യം എന്ന്. അപ്പൊ അതൊരു മനുഷ്യരെ റഗ്ബത്ത്, ആളുകളെ ക്ഷണിക്കാനും അടുപ്പിക്കാനും വേണ്ടി അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് അതിന്റെ ഭാഗം തന്നെയാണ്. നബി തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയ സമയത്ത് സഫാ കുന്നിൽ
ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. കുടുംബക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്തു. എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസവും ചെയ്തു. മൂന്നാമത്തെ ദിവസവും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ എല്ലാവരും ഇവിടെ ഇരിക്കണം, കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന്. അപ്പൊ എല്ലാവരും കേട്ടു. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ദഅവത്ത് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ സക്കാത്ത് കൊടുക്കുക എന്നത് എന്ന് പറഞ്ഞ മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ട, അത് മസ്ജിദ് പരിപാലിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല. ഭൗതികമായ ഒരു കാര്യത്തെയും ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ശക്തികളെയോ ഏതെങ്കിലും തരത്തിലുള്ള എന്തു തരത്തിലുള്ള ആളുകളെയും ഒന്നും തന്നെ ഭയപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ ഭവനമാണ്, അതുണ്ടാക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് സംരക്ഷണം നൽകും. അപ്പോ ഞാൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എവിടെന്നെങ്കിലും അറ്റാക്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ആക്രമിക്കുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എന്നെ അവർ ഇൻസൾട്ട് ചെയ്യുമോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ഭീതിയും ഉണ്ടാകരുത്. അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാൻ പാടില്ല. ഭൂമിയിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്നും പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പലതരത്തിലുള്ള ചാലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും, ആക്രമണങ്ങൾ ഉണ്ടാകും, കളിയാക്കലുകൾ ഉണ്ടാകും. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്, മന്ത്രി ചൂതുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ് കേരളത്തിലുടനീളം ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോ ഒരാളൊരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് മന്ത്രിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഇപ്പൊ മന്ത്രിച്ചു പോയാലും തുപ്പി എന്നാണ് പറയാൻ. മഹാനായ സയ്യിദ് ഫضൽ കോയമ്മത്തങ്ങൾ, കൂറത്തങ്ങൾ എന്ന് പറയുന്ന താജുൽ ഉലമ മഹാനവറുകളുടെ മകനാണ് കൂറാത്തങ്ങൾ. നിങ്ങൾക്കൊക്കെ അറിയാം, കാസർഗോഡുകാർക്ക് നന്നായി അറിയാം. എനിക്ക് തോന്നുന്നു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ വാദന്റെ സദസ്സിലോ വെക്കുന്ന ഭക്ഷണത്തില് മന്ത്രി ചൂതുന്ന ഒരു വീഡിയോ, ഇതൊക്കെ വീഡിയോ എടുത്ത് പുറത്തുവിടുകയും വേണ്ട. ഇതൊക്കെ നമ്മുടെ തകരാറാണ്. കാണുന്നതെല്ലാം വീഡിയോ എടുത്തിട്ട് പുറത്തുവിടും. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇങ്ങനെ വീട്ടിൽ ചെന്നാലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. എന്തിനാണിതെല്ലാം? അപ്പൊ ആ മന്ത്രി ചൂതുന്ന ഫോട്ടോ കാണിച്ചിട്ടാണ് പറയുന്നത് ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുപ്പിയ ഭക്ഷണമാണ്. മന്ത്രി ചൂതുക എന്ന് പറഞ്ഞത് ഇസ്ലാമിലുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സഹാബത്തും താബികളും പഠിപ്പിച്ചതാണ്. നാളിതുവരെ ഉലമാക്കളും സാദാത്തുക്കളും എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതും ഇസ്ലാമിൽ സ്ഥാപിതമായ ഒരു കാര്യവുമാണ്. മറ്റു മതക്കാരിലും ഉണ്ടത്, ക്രിസ്ത്യാനികൾക്കുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, യേശു തുപ്പി എന്നാ പറയുന്നത്, ഊതിന്നല്ല, തുപ്പി. ചിലർ ചോദിക്കും, അങ്ങനെ തുപ്പാൻ പറ്റുമോ? യേശുവിന്റെ തുപ്പലിനേക്കാൾ മുന്തിയ ഒരു വെള്ളം ലോകത്തില്ല എന്ന് പറഞ്ഞു. ഈസ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം തുപ്പിയാൽ നമ്മളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് അത് മുന്തിയതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് അതിനേക്കാളും മുന്തിയതാണ് എന്നേ ഉള്ളൂ. ഈസാ നബി വലിയ ഉലുൽ അസ്മുകളിൽപ്പെട്ട നബിയാണല്ലോ. പക്ഷെ അപ്പൊ യേശു തുപ്പി, അതാണ് ജനങ്ങൾക്ക് കൊടുത്തത് എന്ന് പറയുന്നു. ഇതിനേക്കാളും വലിയ എല്ലാ മതക്കാരിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അനാവശ്യമായി അത്തരം വിഷയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റായ ആശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ അതിലൊന്നും വശംവദരാകരുത്. അതേസമയം തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെതിരെ സംസാരിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ നാം കുഴപ്പമുണ്ടാക്കരുത്. നമ്മളവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഹലാൽ, ഹലാൽ എന്ന് ബോർഡ് വെച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് ഇപ്പൊ വലിയ ചർച്ച. എന്താണ് ഹലാൽ? ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് ഹലാൽ എന്ന് പറഞ്ഞാൽ അത് മൂരിനറക്കല് മാത്രാണ്. ഈ ഇറച്ചിക്ക് മാത്രാണ് ഹലാലല്ലോ, അപ്പൊ അറവായിരിക്കും എന്ന് മനസ്സിലാക്കി. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും ഉണ്ട്. ഹലാലേ ചെയ്യാൻ പാടുള്ളൂ, ഹറാമ് ചെയ്യാൻ പാടില്ല. വസ്ത്രത്തിൽ ഹലാലും ഹറാമുണ്ട് അല്ലേ? പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് പാടില്ല.
സ്വർണവും പുരുഷന് പാടില്ല. വെള്ളിയുടെ മോതിരം അല്ലാതെ മറ്റു ഒന്നും പുരുഷന് ധരിക്കാൻ പാടില്ല.